C, where profession and hobbies meets at a point. നമ്മുടെ പ്രൊഫഷനും ഹോബീസും ഒന്നുചേരുന്ന സ്ഥാനം. ഇതാവട്ടെ നമ്മുടെ മോട്ടോ. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അതിനാൽ കഴിഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ക്യാരക്ടർ സെറ്റ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് that are recognized by the C language are called character set. C ലാംഗ്വേജിൽ അനുവദനീയമായ അക്ഷരങ്ങളെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുക. ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടറുകൾ ചേർത്ത് ഒരു വാക്ക് ഫോം ചെയ്യുന്നു. അതിനെയാണ് ടോക്കൺ എന്ന് പറയുക. ടോക്കൺ is a sequence of characters that are recognized by the C language. ആ ടോക്കൺസുകൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ പഠിച്ചിരുന്നു വെർബ്, ആഡ്വർബ്, നൗൺ എന്നൊക്കെ പറയുന്നത് പോലെ ടോക്കൺസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് കീവേഡ്സ്, രണ്ട് ഐഡന്റിഫയേഴ്സ്, മൂന്ന് ഓപ്പറേറ്റേഴ്സ്. നിശ്ചിത അർത്ഥം കൽപ്പിച്ചിരിക്കുന്ന വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുക. എക്സാമ്പിൾ ഇന്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ഈഫ്, സ്വിച്ച്, കേസ് ഇതെല്ലാം കീവേഡ്സിന് ഉദാഹരണങ്ങളാണ്. ഓരോ കീവേഡ്സിനും അതിൻ്റെതായ അർത്ഥത്തിൽ അല്ലാതെ മറ്റൊരർത്ഥത്തിൽ കീവേഡ്സ് ഉപയോഗിക്കുവാൻ പാടില്ല. ടോക്കൺസിൽ രണ്ടാമതായി വരുന്നത് ഐഡന്റിഫയേഴ്സ്. ആ പേര് കൊണ്ട് തന്നെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഡേറ്റേനെയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമോ ഐഡന്റിഫൈ ചെയ്യാനായി ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുക. ടോക്കൺസിൽ മൂന്നാമതായി വരുന്നത് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പഠിച്ചിരുന്നു പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷന് സ്ലാഷ്, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ക്ലാസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. സ്റ്റേറ്റ്മെന്റ്സ്. എ സ്റ്റേറ്റ്മെന്റ് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാമിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ടെൽസ് സം ആക്ഷൻ ടു ബി ക്യാരിഡ് ഔട്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്തു പറയുന്നു? ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാനായി പറയുന്ന ഇൻസ്ട്രക്ഷൻസുകളെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ പെർഫോമിംഗ് എനി ടൈപ്സ് ഓഫ് ആക്ഷൻസ്. ഏത് തരത്തിലുള്ള ആക്ഷൻ പെർഫോം ചെയ്യാനും ഇത്തരം സ്റ്റേറ്റ്മെന്റ്സുകൾ അഥവാ ഇൻസ്ട്രക്ഷൻസുകൾ ഉപയോഗിക്കാം. ഏതെല്ലാം ആക്ഷൻസ് എന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. സച്ച് ആസ് ഡേറ്റ മൂവ്മെന്റ് ഓർ മേക്കിംഗ് ഡിസിഷൻ എക്സെട്ര എക്സെട്ര. കാർട്ടൂൺ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ആ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്ന ആ വ്യക്തി എന്താ പറയുന്നത്? ഹൗ ക്യാൻ ഐ ടെൽ ദ കമ്പ്യൂട്ടർ ടു ആഡ് 10 and 20? 10ഉം 20ഉം കൂടി എങ്ങനെ കൂട്ടും എന്ന് എങ്ങനെ കമ്പ്യൂട്ടറിനോട് പറയാം? എനിക്ക് പറയാനാവും എന്ന് ആ വ്യക്തി ആലോചിക്കുകയാണ്. അപ്പം 10, 20 എങ്ങനെ കൂട്ടണം? അത് ഇൻസ്ട്രക്ട് ചെയ്യുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A equal to 10, B equal to 20, C is equal to A plus B. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ഒരു സെമികോളൻ ഉണ്ട്. എപ്രകാരം? നമ്മൾ ഒരു വാചകം എഴുതി കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നത് പോലെ സിയിൽ ഓരോ സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുന്നതായി സൂചിപ്പിക്കുവാനാണ് സെമികോളൻ ഉപയോഗിക്കുക. നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നത് പോലെ
ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് തീർന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി സെമികോളൻ ഉപയോഗിക്കണം. എവരി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി എൻഡ് വിത്ത് എ സെമികോളൻ. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഒരു സെമികോളൻ ഉപയോഗിച്ച് എൻഡ് ചെയ്തിരിക്കണം. അപൂർവം ചില സ്റ്റേറ്റ്മെന്റുകളിൽ ഇതിന്റെ ഒരു വയലേഷൻ കാണാം. എക്സാമ്പിൾ ഈഫ് ഒക്കെ വരുമ്പോൾ നമുക്കത് ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് അവിടെ സെമികോളൻ ഉപയോഗിക്കുന്നില്ല, അഥവാ സെമികോളൻ ഉപയോഗിച്ചാൽ എന്തു പറ്റും എന്ന് നമുക്ക് ആ സന്ദർഭത്തിൽ പഠിക്കാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. എങ്ങനെ നമുക്ക് സി സ്റ്റാർട്ട് ചെയ്യാം? C compiler and associated files are stored in a particular folder. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ സിയുടെ കമ്പൈലറും മറ്റ് അനുബന്ധ ഫയലുകളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആൻ ആപ്ലിക്കേഷൻ നെയിംഡ് tc.exe ഈസ് കെപ്റ്റ് ദെയർ. ആ ഫോൾഡറിൽ tc.exe എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവാം. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ എഡിറ്റർ ഓഫ് ടർബോസി. ഈ ആപ്ലിക്കേഷൻ ടർബോസിയുടെ ഒഫീഷ്യൽ എഡിറ്റർ ആണ്. ദിസ് എഡിറ്റർ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്, കറക്റ്റിംഗ്, കമ്പൈലിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് എ സി പ്രോഗ്രാം. ഈ എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് സിയിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നതും കറക്റ്റ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ഈ എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എഡിറ്റർ വേണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അത് എഡിറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനാവും. എ ഷോർട്ട് കട്ട് ടു tc.exe ഈസ് അവൈലബിൾ ഓൺ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൽ ഈ എഡിറ്ററിന്റെ tc.exe എന്ന ആപ്ലിക്കേഷന്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും. ചിത്രത്തിൽ അതൊരു സർക്കിൾ വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് കട്ട് ടു സി, ടർബോ സി. ഈ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം തയ്യാറാക്കുവാനുള്ള എഡിറ്റർ കിട്ടും. എഡിറ്റർ എന്നാൽ സംതിങ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമിനെയാണ് എഡിറ്റർ എന്ന് പറയുക. സംതിങ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളെയാണ്, സോഫ്റ്റ്വെയറുകളെയാണ് എഡിറ്റർ എന്ന് പറയുക. അപ്പൊ tc.exe എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എഡിറ്റർ തന്നെയാണ്. tc എന്നാൽ ടർബോസി. ആ ടർബോസിയുടെ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സ്ലൈഡിൽ താഴെ കാണുന്ന പ്രകാരം ഒരു നീല സ്ക്രീൻ അപ്പിയർ ചെയ്യും, കാണാനാവും. ആ നീല സ്ക്രീനാണ് നമ്മൾ പറഞ്ഞ എഡിറ്റർ. ഈ നീല സ്ക്രീനിൽ ഇരുന്നാണ് പ്രോഗ്രാം എഴുതുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ഈ നീല സ്ക്രീൻ, ഈ എഡിറ്ററിൽ ഇരുന്നു കൊണ്ടാണ്. യു ക്യാൻ റൈറ്റ് യുവർ program in this editor. All computer programs are constructed through two stages. രണ്ട് സ്റ്റേജുകളിലൂടെയാണ്, രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമും തയ്യാറാക്കുന്നത്. ഒന്ന് ക്രിയേഷൻ ഓഫ് പ്രോഗ്രാം, രണ്ട് ക്രിയേഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ക്രിയേഷൻ ഓഫ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഏക ലാംഗ്വേജ് സീറോസ് ആൻഡ് വൺസ് ഉൾപ്പെടുന്ന ബൈനറി ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് ഇംഗ്ലീഷ് പാസേജ് രൂപത്തിലാണ്. അപ്പൊ ഈ ഇംഗ്ലീഷ് പാസേജ് രൂപത്തിലുള്ള ഇൻസ്ട്രക്ഷൻസുകളെ ബൈനറിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയും എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം ഇംഗ്ലീഷ് പാസേജ് രൂപത്തിൽ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളെയാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുക. രണ്ടാമത്തെ ഘട്ടം ക്രിയേഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രഭാഷയിലുള്ള, ബൈനറി ഭാഷയിലുള്ള, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള പ്രോഗ്രാമിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പൊ ആദ്യത്തെ ഘട്ടം ഇംഗ്ലീഷിൽ പ്രോഗ്രാം എഴുതുക.
രണ്ടാമത്തെ ഘട്ടം ആ ഇംഗ്ലീഷ് പ്രോഗ്രാമിനെ യന്ത്രഭാഷയിലേക്ക് ബൈനറി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ തയ്യാറാക്കുക. ക്രിയേഷൻ ഓഫ് സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാംസ് ആർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ തയ്യാറാക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുകളെയാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുക. ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് പാസേജ്. ഇത് ഒരു ഇംഗ്ലീഷ് പാസേജിനെ പോലെ നമുക്ക് തോന്നിക്കും. ദിസ് പ്രോഗ്രാം റിട്ടൺ ഇൻ സി ഹൗ ദ എക്സ്റ്റൻഷൻ ഡോട്ട് സി. സിയിൽ തയ്യാറാക്കുന്ന ഒരു സോഴ്സ് പ്രോഗ്രാമിന്റെ എക്സ്റ്റൻഷൻ ആണ് ഡോട്ട് സി. കൺസിഡർ എ ഫയൽ നെയ്മഡ് abc.c. ABC is the name of the source program given by us and .c is the extension given by the editor. abc.c എന്നൊരു ഫയല് ഒരു സോഴ്സ് പ്രോഗ്രാം സങ്കല്പിക്കുക. അതിൽ abc എന്നത് നമ്മൾ നൽകിയ പേരും .c എന്നത് എഡിറ്റർ ആ ഫയലിന് നൽകിയ എക്സ്റ്റൻഷനുമാണ്. In source program, we are just giving the logic to solve a business or mathematical problem. ഒരു സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രോഗ്രാം സോൾവ് ചെയ്യാനുള്ള ലോജിക്ക് നൽകുക മാത്രമേ ഒരു സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. എപ്രകാരം ലൈക്ക് ആൻ ഇംഗ്ലീഷ് പാസേജ്, ഒരു ഇംഗ്ലീഷ് പാസേജിന്റെ രൂപത്തിൽ ഒരു മാത്തമാറ്റിക്കൽ ഓർ ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ലോജിക്ക് മാത്രമേ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിൽ നൽകുന്നുള്ളൂ. In addition to the above logic, computer also needs some instructions to handle hardware. ഇത് കൂടാതെ ആ ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ലോജിക്ക് കൂടാതെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നിയന്ത്രിക്കാം, അതിന് വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനും കൂടി കമ്പ്യൂട്ടറിന് വേണ്ടതുണ്ട്. But we are not bothered about how the hardware works. എന്നാൽ എങ്ങനെയാണ് ഹാർഡ്വെയറുകൾ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധേഡ് അല്ല. അപ്പൊ ഒരു സോഴ്സ് പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള, നമ്മുടെ ആ ബിസിനസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ലോജിക്ക് മാത്രമേ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുള്ളൂ. ക്രിയേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ്. ആൻ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം must have the instructions to solve the problem along with the instructions to control the hardware. ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന, കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിന് രണ്ട് ലോജിക്കും വേണം. ഒന്ന്, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന ലോജിക്കും, രണ്ട്, ഹാർഡ്വെയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന ലോജിക്കും ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. Hardware control will be automatically done by the compiler through the inclusion of standard library files. ഈ കമ്പൈലറിന്റെ ഒപ്പം ഈ ഹാർഡ്വെയറുകളെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഇൻപുട്ട് സ്വീകരിക്കാം, എങ്ങനെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാം, അതിനു വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുകളെല്ലാം ഒരു കമ്പൈലറിന്റെ ഒപ്പം ലഭ്യമായിരിക്കും. അപ്പൊ അത്തരം സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയൽസുകൾ നമ്മൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമിലോട് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. നോക്കൂ, ഒരു വ്യക്തി കമ്പ്യൂട്ടറിന്റെ ആ ഇന്നർ പാർട്സുകളെ ഇങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോടെ, വളരെ അത്ഭുതത്തോടെ നോക്കുക, അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുന്നു. വെൻ a source program being compiled, a new file will be created and English-like instructions are translated to binary language consist of zeros and ones.
when a source program being compiled, ഒരു സോഴ്സ് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു പുതിയ ഫയൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ പുതിയ ഫയലിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇംഗ്ലീഷ് ലൈക്ക് ഇൻസ്ട്രക്ഷൻസുകളെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന യന്ത്രഭാഷയിലേക്ക്, സീറോസ് ആൻഡ് വൺസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ആഫ്റ്റർ ദിസ് process, source program transformed into executable form. ഈ പ്രോസസ്സിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന ആ സോഴ്സ് പ്രോഗ്രാം എന്തായിട്ട് മാറും? ഒരു എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് മാറും. ആൻഡ് ഗെറ്റ് ദ എക്സ്റ്റൻഷൻ .exe. exe എന്ന എക്സ്റ്റൻഷൻ കിട്ടുകയും ലഭിക്കുകയും ചെയ്യും. Process of translation of tokens and imparting standard library files is called compiling and linking. ഇംഗ്ലീഷ് ഇൻസ്ട്രക്ഷൻസുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറി ഇമ്പാർട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻസ് ഓഫ് ടോക്കൺസ് ആൻഡ് ഇമ്പാർട്ടിംഗ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫയൽസ് ഈസ് കോൾഡ് കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ്. ഫങ്ഷൻസ്. All programs in C are written in the form of one or more paragraph. These paragraph of instructions are called functions. നമ്മളൊരു വളരെ ദീർഘമായ ഒരു കത്ത് എങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഒരു ലേഖനം എങ്ങനെ എഴുതുക? പേജിന്റെ ടോപ്പിൽ തുടങ്ങി ബോട്ടത്തിൽ അവസാനിക്കുന്ന രീതിയിലല്ല നമ്മൾ ഒരു എഴുത്തോ ഒരു ലേഖനമോ തയ്യാറാക്കുക. പകരം ഒന്നോ ഒന്നിലധികമോ പാരഗ്രാഫുകളായിട്ടായിരിക്കും. ഇപ്രകാരം ഒരു പ്രോഗ്രാമും ഒന്നോ ഒന്നിലധികമോ പാരഗ്രാഫുകളായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത്തരം പാരഗ്രാഫ് ഓഫ് ഇൻസ്ട്രക്ഷൻസുകളെയാണ്, ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസുകളെയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. ഓൾ പ്രോഗ്രാംസ് ഇൻ സി ആർ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് വൺ ഓർ മോർ പാരഗ്രാഫ്. ദീസ് പാരഗ്രാഫ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് functions. A function is a set of instructions that partially or fully complete a task. ഒരു ടാസ്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. എ ഫംഗ്ഷൻ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് പാർഷ്യലി ഓർ ഫുള്ളി കംപ്ലീറ്റ് എ ടാസ്ക്. ഫങ്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്. സിയിൽ ഫങ്ഷൻസുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ആൻഡ് രണ്ടാമത് വരുന്നത് ലൈബ്രറി ഫങ്ഷൻസ്. യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്നാൽ ഫങ്ഷൻസ് ഡിഫൈൻ ബൈ ദ യൂസർ. ആ പേരിൽ നിന്ന് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്, ഫങ്ഷൻസ് ഡിഫൈൻ ബൈ ദ യൂസർ ആർ കോൾഡ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്. അപ്പം സിയിൽ രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസുകൾ ഉണ്ടാകാം. ഒന്ന് യൂസർ ഡിഫൈൻ ഫങ്ഷൻസും, രണ്ട് ഓൾറെഡി കമ്പൈലറിനോടൊപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടുന്ന ഫങ്ഷൻസുകളും. അത് കമ്പൈലറിന്റെ ഒപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ്, നമ്മൾ തയ്യാറാക്കുന്നതല്ല. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് യൂസർ ഡിഫൈൻ ഫങ്ഷൻസുകളും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഫങ്ഷൻസുകൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസുകളും. The general form of a function is function name, bracket, opening brace, then function definition, closing brace. ഫംഗ്ഷൻ തയ്യാറാക്കുന്ന രീതി, ആ ഫംഗ്ഷന് നൽകുന്ന പേരിന് ശേഷം ഒരു ബ്രാക്കറ്റ്, ബ്രാക്കറ്റിന് ശേഷം ഓപ്പണിംഗ് ബ്രേസ്, പിന്നീട് ഈ ഫംഗ്ഷൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടുന്നത് അതിന് വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അവസാനം ക്ലോസിംഗ് ബ്രേസ്. ആ ഫംഗ്ഷന് താഴെ കൊടുത്തിരിക്കുന്ന ആ രണ്ട് പ്രത്യേക ബ്രാക്കറ്റുകളെയാണ് ബ്രേസ് എന്ന് പറയുക, ഓർ കെർലി ബ്രാക്കറ്റ് എന്നും പറയാറുണ്ട്. എന്റർ എന്ന കീയുടെ സമീപത്താണ് ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസുകൾ ഉള്ളത്. ഇവിടെ ഒരു കാർട്ടൂൺ ചിത്രം എന്തോ പറയുന്നുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിക്കൂ. How can I write a function named fun? ഫൺ എന്ന പേരിൽ എങ്ങനെ എനിക്കൊരു ഫംഗ്ഷൻ തയ്യാറാക്കാനാവും? അതിന് എക്സാമ്പിൾ ആണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷന്റെ പേരെന്താ? ഫൺ, FUN. അപ്പം ആ ഫൺ ഫംഗ്ഷന്റെ പേര് ഫൺ,
പിന്നീട് ബ്രാക്കറ്റ്, ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ദെൻ ഈ ഫംഗ്ഷൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടുന്നത് അതിന് വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അവസാനം ക്ലോസിംഗ് ബ്രേസ്. The mostly used user-defined function is main function. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് മെയിൻ. Execution of all C program will start from main function. ഏത് C പ്രോഗ്രാമിന്റെയും എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് മെയിനിൽ നിന്നായിരിക്കും. ഏതൊരു C പ്രോഗ്രാമും ആരംഭിക്കുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. സോ എവരി C പ്രോഗ്രാം മസ്റ്റ് ഹാവ് എ മെയിൻ ഫംഗ്ഷൻ. ഏത് C പ്രോഗ്രാമിലും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവണം. മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്ത പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാനാവില്ല. കാരണം ഒരു C പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ദ ജനറൽ ഫോം ഓഫ് മെയിൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നു. മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നു. മെയിൻ ഫംഗ്ഷൻ പ്രത്യേക രീതിയിലൊന്നും അല്ല എഴുതുന്നത്. സാധാരണ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നോ അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷനും എഴുതാം. എങ്ങനെ ഒരു സാധാരണ ഫംഗ്ഷൻ എഴുതുക? ഫംഗ്ഷന്റെ പേര്, ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രേസ്, പിന്നീട് ഈ ഫംഗ്ഷൻ എന്ത് പ്രവൃത്തി ചെയ്യണം അതിന് വേണ്ടുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അവസാനം ക്ലോസിംഗ് ബ്രേസ്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താ? മെയിൻ ഫംഗ്ഷൻ തയ്യാറാക്കുക. അപ്പൊ എങ്ങനെ മെയിൻ ഫംഗ്ഷൻ തയ്യാറാക്കാം? ഫംഗ്ഷന്റെ പേര് മെയിൻ, പിന്നീട് ബ്രാക്കറ്റ്, ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ദെൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അവസാനം ക്ലോസിംഗ് ബ്രേസ്. ഈ സ്ലൈഡിൽ കാണുന്ന പ്രോഗ്രാമിൽ 4 ഫംഗ്ഷൻസുകളാണ് എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 4 ഫംഗ്ഷൻസുകൾ? എ എന്ന ഫംഗ്ഷൻ, ബി എന്ന ഫംഗ്ഷൻ, സി എന്ന ഫംഗ്ഷൻ, അവസാനം മെയിൻ എന്ന ഫംഗ്ഷൻ. എ എന്ന ഫംഗ്ഷൻ എവിടെ തുടങ്ങുന്നു നോക്കിക്കോളൂ. ആ ഫംഗ്ഷന്റെ പേര് എ, പിന്നീട് ഒരു ബ്രാക്കറ്റ്, ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്. ദെൻ ബി എന്ന ഫംഗ്ഷൻ അത് തുടങ്ങുന്നു, തീരുന്നു. സി എന്ന ഫംഗ്ഷൻ തുടങ്ങുന്നു, തീരുന്നു. പിന്നീട് മെയിൻ ഫംഗ്ഷൻ. അപ്പൊ ഏതൊരു C പ്രോഗ്രാമും ആരംഭിക്കുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ആ മെയിൻ ഫംഗ്ഷനിൽ ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്? സി ബ്രാക്കറ്റ് സെമികോളൻ. ഇതിനെ ഫംഗ്ഷൻ കോൾ ചെയ്യുക എന്നാണ് പറയുക. ഇപ്രകാരം സി എന്ന് കാണുമ്പോൾ നേരെ സി എന്ന ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. സി എന്ന് കാണുമ്പോൾ നേരെ സി എന്ന ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. ആ സി എന്ന ഫംഗ്ഷനിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുവോ അത് പൂർത്തീകരിച്ചതിന് ശേഷം എവിടുന്നാണ് സിയിലേക്ക് വന്നത് അതിന് തൊട്ടു താഴേക്ക് തിരിച്ചു പോകും. അതുപോലെ ബി എന്ന് കാണുമ്പോൾ നേരെ ബി എന്ന ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. ആ ബി എന്ന ഫംഗ്ഷനിൽ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം എവിടുന്നാണോ ആ ബി എന്ന ഫംഗ്ഷനിലേക്ക് വന്നത് അതിന് തൊട്ട് താഴേക്ക് തിരിച്ചു പോകും. പിന്നീട് എ എന്ന ഫംഗ്ഷനും കോൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കോൾ ചെയ്യുക എന്നാണ് പറയുക. ഒരു ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കോൾ ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ ആ മെയിൻ ഫംഗ്ഷനിൽ ഇരുന്നു കൊണ്ട് സി, ബി, എ ഈ 3 ഫംഗ്ഷൻസുകൾ കോൾ ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ കാര്യം? നമ്മൾ എഴുതിയ ക്രമത്തിൽ തന്നെ ഫംഗ്ഷൻസുകൾ കോൾ ചെയ്യണം എന്നില്ല. മെയിൻ ഫംഗ്ഷൻ അവസാനം എഴുതിയാലും പ്രോഗ്രാം ആരംഭിക്കുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. അപ്പൊ ആ മെയിൻ ഫംഗ്ഷൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ആരംഭത്തിൽ തന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതാം. ഓർ 2 ഫംഗ്ഷൻസുകൾക്ക് ശേഷം ഇടയ്ക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതാം. അവസാനവും മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ ഫംഗ്ഷൻ എവിടെ എഴുതിയാലും പ്രോഗ്രാം ആരംഭിക്കുന്നത് ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. Execution of all C program will be start from main function. ഏത് C പ്രോഗ്രാമിന്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് കോളിംഗ് ഫംഗ്ഷൻ ദ കൺട്രോൾ വിൽ കം ബാക്ക് ടു ദ കോളർ ഫംഗ്ഷൻ മെയിൻ. ഫംഗ്ഷനിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് ചെയ്തതിന് ശേഷം എവിടുന്നാണോ ആ ഫംഗ്ഷനിലേക്ക് വന്നത് ആ കോളർ ഫംഗ്ഷനിലേക്ക് തിരിച്ച് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതിൽ രണ്ടാമതായി വരുന്ന ഫംഗ്ഷൻസുകളാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ്. The standard library function is a collection
of header files and library functions to implement some input-output operations. സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്നാൽ ഒരു കൂട്ടം ഹെഡർ ഫയൽസുകളും മറ്റ് അനുബന്ധ ഫംഗ്ഷൻസുകളും ചേർന്നതാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി. ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന് ചില ഇൻസ്ട്രക്ഷൻസുകൾ മാത്രം പോരാ, മറ്റ് ചില ഡെഫിനിഷൻസുകളും ചില കോൺസ്റ്റന്റുകളും, എക്സാമ്പിൾ പൈയുടെ വാല്യൂ 3.14, ഇതെല്ലാം ചില ഫയലുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ചില കോൺസ്റ്റന്റുകൾ ചില ഫയലുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടുന്ന ഫംഗ്ഷൻസും ഉണ്ടാവും. ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഈസ് എ കളക്ഷൻ of header files and library functions to implement some input-output operations and some other tasks. Several standard library are available with C. സിയിൽ പല സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉണ്ടാവും. stdio.h stands for std standard, io input output. stdio.h stands for standard input output header file എന്നാണ് അതിന്റെ full form. Contains input output functions like printf and scanf. printf, scanf തുടങ്ങി ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയലാണ് stdio.h. അവിടെ ഒരു കാർട്ടൂൺ ചിത്രം അതിശയത്തോടെ എന്തോ മനസ്സിലാകാത്ത തരത്തിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി? അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ആദ്യം പഠിക്കുന്ന ഫംഗ്ഷനാണ് പ്രിന്റ്എഫ്. എന്താ പ്രിന്റ്എഫ്? പ്രിന്റ്എഫ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ. പ്രിന്റ്എഫ് എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എഴുതുന്നതല്ല, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. പ്രിന്റ്എഫ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ ടു ഡിസ്പ്ലേ ക്യാപ്ഷൻസ് ഓൺ ദ ഔട്ട്പുട്ട് സ്ക്രീൻ. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ ഒരു വാചകം, ഒരു ക്യാപ്ഷൻ, ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ലൈബ്രറി ഫംഗ്ഷൻ ആണ് പ്രിന്റ്എഫ്. പ്രിന്റ്എഫ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ ടു ഡിസ്പ്ലേ ക്യാപ്ഷൻസ് ഓൺ ദ ഔട്ട്പുട്ട് സ്ക്രീൻ. വാട്ട് യു വാണ്ട് ടു ഡിസ്പ്ലേ ഓൺ സ്ക്രീൻ, just give it in the bracket of printf enclosed in double quotes. എന്താണോ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യേണ്ടത് അത് ആ പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, എന്താണ് മോണിറ്ററിൽ എഴുതി കാണിക്കേണ്ടത്, ആ മോണിറ്ററിൽ എഴുതി കാണിക്കേണ്ടുന്ന വാചകം പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. പ്രിന്റ്എഫിന്റെ ജനറൽ ഫോം ആ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രിന്റ്എഫിന്റെ ആ ജനറൽ ഫോം? പ്രിന്റ്എഫ് ബ്രാക്കറ്റിനുള്ളിൽ കോട്ട്സിനുള്ളിൽ ക്യാപ്ഷൻ ഓർ മെസ്സേജ്. അപ്പം പ്രിന്റ്എഫ് എന്നത് ഒരു വാചകം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിനുള്ള ലൈബ്രറി ഫംഗ്ഷനാണ് പ്രിന്റ്എഫ്. ഒരു വാചകം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് ഉള്ള ലൈബ്രറി ഫംഗ്ഷനാണ് പ്രിന്റ്എഫ്. എന്ത് വാചകമാണ് സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ടത് അത് പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. ആ എക്സാമ്പിൾ നോക്കൂ. പ്രിന്റ്എഫ് നമസ്തേ ഓൾ ഓഫ് യു. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റിനുള്ളിലുള്ള വാചകം പ്രിന്റ് ചെയ്യണം. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? പ്രിന്റ്എഫിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വാചകം പ്രിന്റ് ചെയ്യണം. എന്താ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വാചകം? നമസ്തേ ഓൾ ഓഫ് യു. അപ്പൊ ആ നമസ്തേ ഓൾ ഓഫ് യു എന്ന വാചകം സ്ക്രീനിൽ പ്രിന്റ് ചെയ്യപ്പെടും. Start our lesson by writing a simple program. ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതിക്കൊണ്ട് നമ്മുടെ ലെസൺ, നമ്മുടെ പാഠം നമുക്ക് തുടങ്ങാം. എന്തിനുള്ള പ്രോഗ്രാം? ദാറ്റ് പ്രോഗ്രാം വിൽ ഡിസ്പ്ലേ നമസ്തേ ടു ഓൾ. നമസ്തേ ടു ഓൾ, നമസ്തേ ഓൾ ഓഫ് യു എന്നൊരു വാചകം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. Let us open C text editor and type the following program.
പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു എഡിറ്റർ വേണം. അതിനാൽ ആ ഡെസ്ക്ടോപ്പിൽ നിന്നും ടർബോസിയുടെ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നീല സ്ക്രീൻ ടർബോസിയുടെ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ആ എഡിറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ നീല സ്ക്രീനിൽ നമ്മൾ പ്രോഗ്രാം എഴുതുക. എങ്ങനെ ഒരു സി പ്രോഗ്രാം എഴുതുക? ഏത് സി പ്രോഗ്രാമും ഫങ്ഷൻസുകളാണോ, ഒന്നോ ഒന്നിലധികമോ ഫങ്ഷൻസുകളാണ് ഒരു സി പ്രോഗ്രാം. അപ്പൊ ഏത് സി പ്രോഗ്രാമിലും നിർബന്ധമായി വേണ്ടത് ഏത് ഫംഗ്ഷനാ? മെയിൻ ഫംഗ്ഷൻ. അപ്പൊ നിർബന്ധമായും വേണ്ട ഫംഗ്ഷൻ മെയിൻ. ആ മെയിൻ ഫംഗ്ഷന് മെയിൻ എന്ന പേര് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 4-5 ഫംഗ്ഷൻസുകൾ എഴുതി അതിൽ രണ്ടാമത് എഴുതിയതാണ് മെയിൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആവില്ല. രണ്ടാമത് എഴുതിയതാണ് മെയിൻ ഫംഗ്ഷൻ എങ്കിൽ ആ ഫംഗ്ഷന്റെ പേര് മെയിൻ എന്ന് തന്നെ ആയിരിക്കണം. ആ മെയിൻ എന്ന് കൊടുക്കുന്നത് കുഞ്ഞ് അക്ഷരം ലോവർ കേസിൽ തന്നെ ആയിരിക്കണം. കാരണം സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അപ്പർ കേസും സ്മോളർ കേസും രണ്ടും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. വലിയ അക്ഷരം എയും ചെറിയ അക്ഷരം എയും രണ്ടും രണ്ടക്ഷരങ്ങളായിട്ടാണ് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസിഡർ ചെയ്യുന്നത്. അതിനാൽ ഇത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേസ് സെൻസിറ്റീവ് ആണ്. വലിയ അക്ഷരം ചെറിയ അക്ഷരം ഇത്തരം കേസ് സെൻസിറ്റീവ് ആണ്. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക? ഡെസ്ക്ടോപ്പിൽ നിന്നും ആ എഡിറ്ററിന്റെ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സിയുടെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ആ പ്രോഗ്രാം തയ്യാറാക്കുക, പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. ആഫ്റ്റർ റൈറ്റിംഗ് എ പ്രോഗ്രാം വി വാണ്ട് ടു ഡു 3 more things. ഒരു പ്രോഗ്രാം തയ്യാറാക്കി കഴിയുമ്പോൾ 3 കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, ആ തയ്യാറാക്കിയ പ്രോഗ്രാം സേവ് ചെയ്യുക. 2, ആ തയ്യാറാക്കിയ പ്രോഗ്രാം ഇംഗ്ലീഷ് ആയിരിക്കും, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ അതിനെ കമ്പൈൽ ചെയ്യേണ്ടതുണ്ട്, യന്ത്രഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്പൈൽ ആൻഡ് ലിങ്കിങ് എന്ന് പറയുക. അപ്പം പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. രണ്ടാമത് ആ ഇംഗ്ലീഷ് ഇൻസ്ട്രക്ഷൻസുകളെ കമ്പൈൽ ചെയ്ത് ബൈനറി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. 3, ആ പ്രോഗ്രാം റൺ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഹൗ ടു സേവ് എ സി പ്രോഗ്രാം? സി പ്രോഗ്രാം എങ്ങനെയാണ് സേവ് ചെയ്യുക? മറ്റേ എന്തിലും, വേഡിലും എക്സലിലും വേഡ് പാഡിലും നോട്ട് പാഡിലും എല്ലാം എങ്ങനെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സിയിലും നമ്മൾ തയ്യാറാക്കിയ പ്രോഗ്രാം സേവ് ചെയ്യാനാവും. എങ്ങനെയാ സേവ് ചെയ്യുക? ഫയൽ എന്ന മെനു എടുക്കുക. ക്ലിക്ക് ഓൺ ഫയൽ മെനു ഓർ പ്രസ് Alt F ടു ഗെറ്റ് ഫയൽ മെനു. മുകളിൽ ആ മെനു കാണാം. ഫയൽ, എഡിറ്റ്, സെർച്ച്, റൺ, കമ്പൈൽ, ഡീബഗ്, ഇതെല്ലാം മെനൂസ് ആണ് അല്ലെ. ഈ മെനു നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലെ. ഏത് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും അതിലെ ആദ്യത്തെ മെനു ഫയൽ എന്നായിരിക്കും, രണ്ടാമത്തെ മെനു എഡിറ്റ് എന്നായിരിക്കും, മൂന്നാമത്തെ മെനു മാറാം, നാലാമത്തെ മെനുവും മാറാം. എന്നാലും ഏത് ആപ്ലിക്കേഷൻ എടുത്താലും മിക്കവാറും ആപ്ലിക്കേഷൻസുകളിൽ ആദ്യത്തെ മെനു ഐറ്റം ഫയൽ എന്ന് തന്നെയായിരിക്കും. അപ്പൊ ആ മെനു ലഭിക്കുവാനുള്ള കീബോർഡ് കീ ആണ്, കീബോർഡിലെ കീ ആണ് Alt. ALT എന്ന കീ അമർത്തുകയാണെങ്കിൽ നമുക്ക് ആ മെനു ലഭ്യമാവും. അവിടുന്ന് റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ കൊടുത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാം. ഓർ ആ മെനുവിനെ ഒരു നിശ്ചിത ക്യാരക്ടർ, നിശ്ചിത അക്ഷരം നൽകിയിട്ടുണ്ടാവും. മിക്കവാറും മെനു ഐറ്റംസിന് ഓരോ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ടാകും. ഫയലിന് F എന്ന അക്ഷരം, എഡിറ്റിന് E എന്ന അക്ഷരം, സെർച്ചിന് S എന്ന അക്ഷരം. അതെങ്ങനെയാണ് മനസ്സിലാകുക? ആ അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിന്റെ ആ ഒരു പ്രത്യേക അക്ഷരത്തിന് മാത്രം നിറം മാറിയിട്ടുണ്ടാകും. ഫയലിന്റെ ഏതക്ഷരത്തിനാണ് നിറം മാറിയിരിക്കുന്നത്? Fന്. എഡിറ്റിന്റെ ഏതക്ഷരത്തിനാണ് നിറം മാറിയിരിക്കുന്നത്? Eക്ക്. ഇല്ലേ? ആ മെനു നോക്കൂ. അതിലെ ഓരോ മെനു ഐറ്റത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ഓർ മറ്റൊരു ലെറ്റർ നിറം മാറിയിട്ടുണ്ടാവും. അപ്പോ Alt അമർത്തിക്കൊണ്ട് അതാത് ആ ലെറ്റർ
പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ മെനു നമുക്ക് കിട്ടും. അപ്പൊ Alt F കൊടുക്കുകയാണെങ്കിൽ ഫയൽ എന്ന മെനു കിട്ടും. ആ ഫയൽ മെനുവിൽ നിന്ന് സേവ് എന്ന ഓപ്ഷൻ എടുക്കുക. ആ സേവ് എന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫയലിന്റെ പേര് നൽകുന്നതിനുള്ള ഒരു സ്ക്രീൻ അപ്പിയർ ചെയ്യും. Give the name of the program in the save file as text box. സേവ് ഫയൽ ആസ് എന്ന ടെക്സ്റ്റ് ബോക്സിൽ ആ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ടൈപ്പ് ചെയ്യാനുള്ള ആ സ്ക്വയർ ഏരിയനെയാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുക. അപ്പൊ ഫയലിന്റെ പേര് നൽകുവാനുള്ള ആ ടെക്സ്റ്റ് ബോക്സിൽ ഫയലിന്റെ പേര് നൽകുക. തുടർന്ന് ക്ലിക്ക് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എങ്ങനെയാ സേവ് ചെയ്യുക? ഫയൽ എന്ന മെനു എടുത്ത് സേവ് എന്ന മെനു എടുത്ത് സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ സേവ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ്, ഒരു ഡയലോഗ് വിൻഡോ അപ്പിയർ ചെയ്യും. ആ ഡയലോഗ് വിൻഡോയിൽ ആ ഫയലിന്റെ പേര് നൽകുക. പിന്നീട് ഓക്കെ സെലക്ട് ചെയ്യുക, ഓക്കെ ചൂസ് ചെയ്യുക. ഇതിന് പകരം F2 എന്ന ഫംഗ്ഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് സേവാസ് എന്ന ഡയലോഗ് ബോക്സ് നേരിട്ട് അപ്പിയർ ചെയ്യും. അപ്പൊ F2 കൊടുത്താലും മതി. അപ്പൊ ഏതൊക്കെ ബൈപ്പാസ് ചെയ്യാം? ഫയൽ എന്ന മെനു എടുക്കുകയും അവിടുന്ന് സേവ് എന്ന ഓപ്ഷൻ എടുക്കുകയും ഈ രണ്ട് കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്തുകൊണ്ട് F2 എന്ന ഫംഗ്ഷൻ കീ അമർത്തുകയാണെങ്കിൽ നേരിട്ട് ആ ഫയൽ സേവ് ഫയലാസ് എന്ന ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. ഹൗ ടു കമ്പൈൽ ആൻഡ് ലിങ്ക് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാം എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഇൻസ്ട്രക്ഷൻസുകളാണ് നമ്മൾ നൽകുന്നത്. ആ ഇംഗ്ലീഷ് ഇൻസ്ട്രക്ഷൻസുകളെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, യന്ത്രഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാനാവുള്ളൂ. ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സാണ് കമ്പൈലേഷൻ ആൻഡ് ലിങ്കിങ്. കമ്പൈൽ ആൻഡ് ലിങ്കിങ്. അപ്പൊ എങ്ങനെ ഒരു സി പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം? ആ മെനു ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ കമ്പൈൽ എന്നൊരു മെനു നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ ഏത് ലെറ്ററാണ് നിറം മാറിയിരിക്കുന്നത്? സി എന്ന ലെറ്റർ ഇല്ലേ? അപ്പോൾ കീബോർഡിൽ Alt C അമർത്തുകയാണെങ്കിൽ കമ്പൈൽ എന്ന മെനു കിട്ടും. അഥവാ അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ആ കമ്പൈൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പൊ ആ കമ്പൈൽ മെനു എടുക്കുക. ആ കമ്പൈൽ മെനു എടുക്കുമ്പോൾ അവിടെ പല ഓപ്ഷൻസുകൾ ഉണ്ടാവും. അതിലെ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാം. അതിന് പകരം ബിൽഡ് ഓൾ എന്ന് കൊടുക്കുക. ആ ബിൽഡ് ഓൾ കൊടുത്തു കഴിയുമ്പോൾ ഈ നമ്മൾ തയ്യാറാക്കിയ പ്രോഗ്രാം കമ്പൈൽ ചെയ്യപ്പെടും. കമ്പൈൽ ചെയ്ത് ലഭിക്കുന്നത് യന്ത്രഭാഷയിലുള്ള ഒരു പ്രോഗ്രാമാണ്, ബൈനറി ലാംഗ്വേജ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതിനാൽ ആരുടെയും സഹായമില്ലാതെ കമ്പ്യൂട്ടറിന് സ്വയം ആ പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻസുകൾ വായിച്ച് പ്രവർത്തിക്കുവാനാവും. ഹൗ ടു റൺ ഓർ എക്സിക്യൂട്ട് എ പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? ഇങ്ങനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സിക്യൂട്ടബിൾ ഫയൽ ആയി കഴിഞ്ഞാൽ വിൻഡോസിലെ മൈ കമ്പ്യൂട്ടറിൽ ഇരുന്ന് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാം. അതല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ എഡിറ്ററിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെയും നോക്കൂ, ആ മെനുവിൽ റൺ എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാം അല്ലെ? ആ റണ്ണിന്റെ ഏത് ലെറ്ററാണ് നിറം മാറിയിരിക്കുന്നത്? R എന്ന ലെറ്റർ. അതിനാൽ Alt R അമർത്തുകയാണെങ്കിൽ റൺ എന്ന മെനു കിട്ടും. ആ റൺ മെനുവിൽ നിന്ന് സെലക്ട് റൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ റൺ മെനുവിൽ നിന്ന് റൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യാനാവും, എക്സിക്യൂട്ട് ചെയ്യാനാകും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി വി ക്യാൻ യൂസ് കൺട്രോൾ F9. കൺട്രോൾ F9 കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്തതിന് ശേഷമേ റൺ ചെയ്യുള്ളൂ. കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്തതിന് ശേഷമേ റൺ ചെയ്യുള്ളൂ. അപ്പൊ കൺട്രോൾ F9 കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനാവും. കമ്പൈൽ മാത്രം ചെയ്യാനാണെങ്കിൽ മുൻപ് കണ്ടതുപോലെ കമ്പൈൽ എടുക്കുക, ബിൽഡ് ഓൾ കൊടുക്കുക. റൺ ചെയ്യാൻ ഇങ്ങനെയും ആവാം. നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അത് കമ്പൈൽ ചെയ്യുന്ന സന്ദർഭത്തിൽ മെസ്സേജ് വിൻഡോ എന്ന ആ വിൻഡോയിൽ, അതായത് ആ എഡിറ്ററിന്റെ ഏറ്റവും താഴെ കാണുന്ന ആ മെസ്സേജ് എന്ന് പറയുന്ന ആ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും.
ആ ഒരു ക്യാപ്ഷനായിട്ടായിരിക്കും അത് കൊടുത്തിരിക്കുന്ന, ഒരു വാചകമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ബിഗിനേഴ്സിന് ആ വാചകം കണ്ടു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. എന്താണ് ആ എററിന് കാരണം, എന്താണ് തെറ്റിന് കാരണം എന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ഒരു സെമി കോളന് കൊടുക്കാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ മിസ്സിംഗ് സെമി കോളൻ എന്ന എറർ ആ മെസ്സേജ് വിൻഡോയിൽ കാണാനാവും. അപ്പൊ ആ എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുക. ഹൗ ടു സീ പ്രോഗ്രാം ഔട്ട്പുട്ട്. പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണാം? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണാം? സിയുടെ എഡിറ്ററിൽ 2 സ്ക്രീൻ ഉണ്ട്. ഒന്ന് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന, പ്രോഗ്രാം തയ്യാറാക്കുന്ന നീല സ്ക്രീനും, ഔട്ട്പുട്ട് മറ്റൊരു സ്ക്രീനിലാണ് വരിക. ഒരു കറുത്ത സ്ക്രീനിൽ, ബ്ലാക്ക് സ്ക്രീനിലായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പം പ്രോഗ്രാം എഴുതുന്നത് നീല സ്ക്രീനിലും ഔട്ട്പുട്ട് വരുന്നത് ഒരു കറുത്ത സ്ക്രീനിലുമായിരിക്കും. അപ്പൊ ആ ഔട്ട്പുട്ട് സ്ക്രീൻ, ഔട്ട്പുട്ട് വിൻഡോ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കാണുവാനാവുള്ളൂ. അങ്ങനെ ആ ഔട്ട്പുട്ട് സ്ക്രീൻ, ഔട്ട്പുട്ട് വിൻഡോ കാണുവാനുള്ള പ്രൊസീജിയർ ആണ്. അവിടെ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു കാണാമല്ലോ. ആ വിൻഡോയുടെ W എന്ന ലെറ്റർ നിറം മാറിയിട്ടുണ്ട്. സോ പ്രസ് ഓൾട്ട് W കൊടുക്കുകയാണെങ്കിൽ വിൻഡോ എന്ന മെനു നമുക്ക് കിട്ടും. ആ വിൻഡോ എന്ന മെനുവിൽ നിന്ന് ഔട്ട്പുട്ട് കാണാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഔട്ട്പുട്ട് എന്ന് തന്നെ ആ മധ്യഭാഗത്ത്, വിൻഡോ എന്ന മെനുവിന്റെ ആ മെനു ലിസ്റ്റിന്റെ മധ്യഭാഗത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഔട്ട്പുട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കറുത്ത സ്ക്രീൻ ഔട്ട്പുട്ട് കാണാനാവും. അല്ലെങ്കിൽ യൂസർ സ്ക്രീൻ, ആ യൂസർ സ്ക്രീനിനെ ഷോർട്ട് കട്ടായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾട്ട് F5. അപ്പം ഈ വിൻഡോ മെനുവിൽ വരാതെ തന്നെ ഓൾട്ട് F5, ഫംഗ്ഷൻ കീ 5, ഓൾട്ട് അമർത്തിക്കൊണ്ട് ഫംഗ്ഷൻ കീ 5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസർ സ്ക്രീൻ കാണുവാനാവും. ഇങ്ങനെ ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം ആഫ്റ്റർ യു സോ ദ ഔട്ട്പുട്ട് പ്രസ് എനി കീ ടു റിട്ടേൺ ബാക്ക് ടു ടർബോ സി എഡിറ്റർ. ഔട്ട്പുട്ട് ആ കറുത്ത സ്ക്രീനിലായിരിക്കും. ആ ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം തയ്യാറാക്കുന്ന നീല സ്ക്രീനിലേക്ക് തിരിച്ച് വരുവാനാവും. നമസ്തേ. Please watch next video.